CPIM സംസ്ഥാന സമ്മേളനത്തിന് ഇന്ന് സമാപനം. MV ഗോവിന്ദൻ സെക്രട്ടറിയായി തുടർന്നേക്കും. നവകേരള നയരേഖയിന്മേലുള്ള ചർച്ചകൾക്ക് മുഖ്യമന്ത്രി ഇന്ന് മറുപടി നൽകും. സാനിയോ മനോമി ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. സാനിയോ, നവകേരള നയരേഖയിൽ ചില വിമർശനങ്ങൾ ഉയർന്നിരുന്നല്ലോ, പ്രത്യേകിച്ച് ഈ നയംമാറ്റം സംബന്ധിച്ചൊക്കെ. മുഖ്യമന്ത്രിയുടെ മറുപടി എന്താകുമെന്നതിൽ തന്നെയാണ് ആകാംക്ഷ, അല്ലേ? അതെ റോഷ്നി, ഇന്നത്തെ പ്രധാനപ്പെട്ട ഒരു അജണ്ട കൂടിയാണത്. നവകേരളത്തിൻ്റെ പുതുവഴികൾ എന്ന പേരിൽ മുഖ്യമന്ത്രി അവതരിപ്പിച്ച നയരേഖയിൽ കഴിഞ്ഞ ദിവസം വിശദമായ ചർച്ച നടന്നിരുന്നു. അതായത് സാധാരണ സംഘടനാ റിപ്പോർട്ടിലുള്ള ചർച്ച പോലെ തന്നെ ഈ നയരേഖയിലും വളരെ വിശദമായ ചർച്ച നടക്കുകയും പല പ്രതിനിധികളും ആശങ്ക ഉന്നയിക്കുകയും അടക്കം ചെയ്തിരുന്നു. കാരണം ഫീസ് ഈടാക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെയും ഇടത് നയത്തിന് ചേർന്നതാണോ തുടങ്ങിയ ആശങ്കകളാണ് പല പ്രതിനിധികളും ഉന്നയിക്കുന്നൊരു സാഹചര്യമുണ്ടായത്. അതിനടക്കം മുഖ്യമന്ത്രി പിണറായി വിജയൻ വിശദമായ ഒരു മറുപടി പറയും. അതായിരിക്കും ഇന്നത്തെ സമ്മേളന അജണ്ടയുടെ ഏറ്റവും പ്രധാനപ്പെട്ട അജണ്ട എന്ന് പറയുന്നത്. ആ മറുപടിയോടുകൂടി എല്ലാ തരത്തിലുള്ള ആശങ്കയും പരിഹരിക്കാൻ കഴിയുമെന്നാണ് CPM അതുപോലെ സർക്കാരും എല്ലാം കരുതുന്നതെന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. ഏതായാലും രാവിലെ തന്നെ ആ നയരേഖയ്ക്ക് മുഖ്യമന്ത്രി മറുപടി പറയുന്നതോടുകൂടി അതിനുശേഷമായിരിക്കും സംസ്ഥാന കമ്മിറ്റി അടക്കം തെരഞ്ഞെടുക്കുക. മറ്റൊന്ന് പ്രധാനപ്പെട്ട നമ്മൾ ഉറ്റുനോക്കുന്ന ഒരു കാര്യം, ഈ സംസ്ഥാന കമ്മിറ്റിയിൽ ആരൊക്കെ എത്തുമെന്നുള്ളതാണ്. ആ ലിസ്റ്റ് ഇന്ന് പുറത്തു വരുമ്പോൾ യുവാക്കൾക്കും വനിതകൾക്കുമൊക്കെ പരിഗണന നൽകുമല്ലോ, അല്ലേ? ഈ പ്രായപരിധിയിൽപ്പെട്ട ആരൊക്കെ ഒഴിയുമെന്നും നോക്കുന്നു. അതെ, അതായത് കഴിഞ്ഞ തവണയും സംസ്ഥാന സമ്മേളനത്തിൽ വെച്ച് തന്നെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അടക്കം തിരഞ്ഞെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇത്തവണയും അത് തുടരുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നമ്മൾ മനസ്സിലാക്കിയത് പ്രകാരം പ്രായപരിധി, അതുപോലെ അനാരോഗ്യം, അതുപോലെ അച്ചടക്ക നടപടി തുടങ്ങിയവയൊക്കെ പരിഗണിച്ചുകൊണ്ട് 21ഓളം പേർ നിലവിലെ സംസ്ഥാന കമ്മിറ്റിയിൽ നിന്ന് ഒഴിയുമെന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയെങ്കിൽ 21 പുതുമുഖങ്ങൾക്കുള്ള അവസരം കൂടിയാണ് അതെന്ന് മനസ്സിലാക്കുന്നു. DYFIയുടെ സംസ്ഥാന സെക്രട്ടറിയും പ്രസിഡന്റും അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ് ആയ ജെയ്ക്സി തോമസും അടക്കം സംസ്ഥാന കമ്മിറ്റിയിലേക്ക് വരാനുള്ള സാധ്യതയും നമ്മൾ മുന്നിൽ കാണുന്നുണ്ട്. കൂടാതെ കണ്ണൂരിൽ നിന്നടക്കം കൂടുതൽ വനിതകളെ പരിഗണിക്കാനുള്ള സാധ്യതയുണ്ട്. N സുകന്യയ്ക്കും അതുപോലെ SFIയുടെ സംസ്ഥാന പ്രസിഡന്റായിരുന്ന അനുശ്രീക്കുമാണ് അതിലൊരു സാധ്യതയുള്ളത്. തിരുവനന്തപുരത്ത് നിന്നാണെങ്കിൽ മേയർ ആര്യ രാജേന്ദ്രന് ഇത്തരത്തിൽ വനിതകളെ പരിഗണിക്കുകയാണെങ്കിൽ ഒരു സാധ്യതയുണ്ട്. മാത്രമല്ല പുതുമുഖങ്ങൾ കൂടുതലായി സംസ്ഥാന കമ്മിറ്റിയിലേക്ക് എത്താനുള്ള സാധ്യതയും അവിടെയുണ്ട്. അപ്പോഴും വനിതകൾക്കും മറ്റും കൂടുതൽ പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള ഒരു കമ്മിറ്റി ആയിരിക്കും വരിക എന്നാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും മുഖ്യമന്ത്രി നയരേഖയ്ക്കുള്ള മറുപടി അവതരിപ്പിച്ചതിന് ശേഷമായിരിക്കും സംസ്ഥാന കമ്മിറ്റിയെ തെരഞ്ഞെടുക്കുക. ഇന്ന് തന്നെ സംസ്ഥാന സെക്രട്ടേറിയറ്റിനെയും തെരഞ്ഞെടുക്കാനുള്ള സാധ്യതയുണ്ട്. ഏതായാലും MV ഗോവിന്ദൻ തന്നെ സംസ്ഥാന സെക്രട്ടറിയായി തുടരുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതേസമയം സെക്രട്ടേറിയറ്റിലേക്ക് ആരൊക്കെ വരുമെന്നുള്ള അടക്കമുള്ള സജീവമായ ചർച്ചകൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയെങ്കിൽ കൂടുതലായ ആളുകൾ സെക്രട്ടേറിയറ്റിലേക്കും വരാനുള്ളൊരു സാധ്യത കാണുന്നുണ്ട്. ഏതായാലും സംസ്ഥാന കമ്മിറ്റിയിലേക്ക് വരുന്ന പുതുമുഖങ്ങൾ എന്ന് പറയുമ്പോൾ 5 ജില്ലാ സെക്രട്ടറിമാർ നിലവിൽ സംസ്ഥാന കമ്മിറ്റിയിൽ ഇല്ലാത്തവരായി ഉണ്ട്. കോഴിക്കോട്, വയനാട് തുടങ്ങിയ ജില്ലകളിലെ 5 ജില്ലാ സെക്രട്ടറിമാരാണ് ഇത്തരത്തിൽ സംസ്ഥാന കമ്മിറ്റിയിൽ ഇല്ലാത്തത്. അവരെയൊക്കെയും സംസ്ഥാന കമ്മിറ്റിയിലേക്ക് എത്തിക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഏതായാലും മുൻ SFIക്കാർക്കും അതുപോലെ മുൻ DYFIക്കാർക്കും കൂടുതൽ വനിതകൾക്കുമൊക്കെ, യുവാക്കൾക്കും വനിതകൾക്കുമൊക്കെ നല്ല പ്രാതിനിധ്യം കിട്ടിക്കൊണ്ടുള്ള ഒരു സംസ്ഥാന കമ്മിറ്റി ആയിരിക്കും തെരഞ്ഞെടുക്കാൻ പോകുന്നതെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. റോഷ്നി, ശരിയാണ്, വനിതകൾക്കും പ്രാതിനിധ്യം ഉണ്ടായിരിക്കും എന്ന് തന്നെയാണ് സാനിയോ പറയുന്നത്. സാനിയോ, ഇപ്പോൾ നേരത്തെയുള്ള ചില സമ്മേളനങ്ങളും ഒക്കെ കണ്ടു പരിചയവും അറിഞ്ഞു പരിചയവും ഒക്കെ ഉള്ള ആളായിരിക്കും സാനിയോ എന്ന് ഞാൻ കരുതുകയാണ്. അപ്പോൾ ഇത്തവണത്തെ ഈ കൊല്ലം സമ്മേളനം എങ്ങനെയുണ്ടായിരുന്നു? അല്ല, ഞാൻ ആദ്യമായാണ് CPMന്റെ സംസ്ഥാന സമ്മേളനം റിപ്പോർട്ട് ചെയ്യാൻ വരുന്നത് എന്നുള്ളതാണ്. പക്ഷേ അല്ലാതെ പല സമ്മേളനങ്ങൾക്കും പോയിട്ടുണ്ട്. നമ്മൾ വ്യക്തിപരമായി സമ്മേളനങ്ങളൊക്കെ കാണാനൊക്കെ പോയിട്ടുണ്ടെങ്കിലും റിപ്പോർട്ട് ചെയ്യാൻ ആദ്യമായാണ് വരുന്നത്. ഏതായാലും ഈ തവണത്തെ കൊല്ലം സമ്മേളനം വലിയ ആവേശപൂർവ്വമുള്ള സമ്മേളനമായിരുന്നു. കാരണം നമ്മൾ സമ്മേളനത്തിന് 2 ദിവസം മുൻപേ തന്നെ കൊല്ലത്തെത്തുകയും കൊല്ലത്തെ ഒരു പൾസ് മനസ്സിലാക്കുകയും ചെയ്തിരുന്നു എന്നുള്ളതാണ്. ഇവിടുത്തെ കശുവണ്ടി തൊഴിലാളികളുടെയും കയറുപിരിക്കുന്ന ആളുകളുടെയും മത്സ്യബന്ധനം നടത്തുന്ന ആളുകളുടെയും ഒക്കെ ഒരു സാഹചര്യമൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. മറ്റൊരു പ്രധാന പ്രത്യേകതയുള്ളത്, സംസ്ഥാനത്ത് നിന്ന് മുഴുവനായി ആളുകൾ ഇങ്ങോട്ടേക്ക് പുറപ്പെട്ടു കഴിഞ്ഞു. പലരും കൊല്ലത്ത് എത്തിക്കഴിഞ്ഞു എന്നുള്ളതാണ്. പൊതുസമ്മേളനം ഗംഭീരമാക്കാൻ വേണ്ടി 2.5 ലക്ഷത്തോളം ആളുകളെയാണ് പ്രതീക്ഷിക്കുന്നത്. പൊതുസമ്മേളനം ഗംഭീരമാക്കാൻ വേണ്ടി സംസ്ഥാനത്തിൻ്റെ എമ്പാടും നിന്നുമുള്ള ആളുകൾ വന്നു. തമിഴ്നാട്ടിൽ നടക്കമുള്ള ആളുകൾ വരുന്നുണ്ട് എന്നാണ് നമ്മൾ അറിഞ്ഞത്. ഏതായാലും പൊതുസമ്മേളനം ഒരു വലിയ അതിഗംഭീരമായിരിക്കും. 25,000 ആളുകളുടെ റെഡ് വളണ്ടിയർ മാർച്ച്, അതിനുശേഷം 2.5 ലക്ഷത്തോളം ആളുകൾ പങ്കെടുക്കുന്ന പൊതുസമ്മേളനം, ഇങ്ങനെയൊക്കെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. റോഷ്നി.